ടെക്നിക്കൽ ഡീറ്റെയിൽസ് നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മോഡേണൈസ് ചെയ്യണം. ഈ വലിയ വരാന്തയും ഈ ഇരിക്കാനുള്ള സ്പേസും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നല്ല വിശാലമായ സ്പേസിലേക്ക് നമ്മൾ കയറാൻ പോവുക. ഈ വോള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ഐ-ബീം കയറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ബെഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പൂർണ്ണമായും മണ്ണിൻ്റെ ഭിത്തിയിൽ നമ്മളൊരു കോൺക്രീറ്റിൻ്റെ ബെഡ് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് ഐ-ബീം വെക്കുന്നത്. നേരത്തെ കുത്തനെ ഉണ്ടായിരുന്ന തടിയുടെ സ്റ്റെയർ കേസിന് പകരം ഈസി ആയിട്ട് കയറാവുന്ന വലിയ വെല്ലുള്ള സ്റ്റെയർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പഴയ ഉത്തരം പൂർണ്ണമായിട്ട് ദ്രവിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഐ-ബീം കൊണ്ട് കയറ്റുമ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ ഒരു സ്ട്രക്ചറും ഇവിടെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഡിസൈൻസ് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് റെഡി ആയിട്ടില്ല. എന്നാൽ പോലും നമ്മളിതിൻ്റെ മുകളിൽ ഈ ഉത്തരത്തിലും കംപ്ലൈൻറ്റ് ഉണ്ട്. ഇതൊക്കെ ആകെ പോയിരിക്കുക. അപ്പോൾ അതൊക്കെ മാറ്റി ബലപ്പെടുത്തിയെടുക്കണം. ഈ പോസ്റ്റ് ഇത് മരത്തിൻ്റെ പഴയ പോസ്റ്റാണ്. ആ പോസ്റ്റ് വന്ന് ജോയിൻ്റ് ആവണം. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ചതിലിരിച്ചിരിക്കുക. അപ്പോൾ ഇവിടുത്തെ തടി മുഴുവൻ മാറ്റിയിട്ട് അവിടെ സ്റ്റീൽ സ്ട്രക്ചർ ചേർത്തിട്ട് ബലമാക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു പൂർണ്ണമായിട്ടും മണ്ണിൻ്റെ ഭിത്തിയാണെന്ന്. കണ്ടോ, പൂർണ്ണമായും മണ്ണിൻ്റെ ഭിത്തിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു മുറിയുടെ കൂടെ ഒരു വലിയ ബെഡ്റൂമായിട്ട് തന്നെ അതിനെ ഡെവലപ്പ് ചെയ്തേക്കാണ്. ഇവിടെ ഒരു ടോയ്ലറ്റൊക്കെ ആയിരുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ പുതിയതായിട്ടൊരു സ്ട്രക്ചർ ഫുൾ കോൺക്രീറ്റ് ആയിട്ട് പുതിയ സ്ട്രക്ചർ എടുത്തിരിക്കുന്നതാണ് പഴയ ബിൽഡിങ്ങിൻ്റെ കൂടെ ജോയിൻ ചെയ്തേക്കുന്നത്. പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് വലിയ അകത്തളങ്ങൾ നമ്മൾ മോഡേണൈസ് ചെയ്ത് ഉണ്ടാക്കുകയാണ്. ഞാനിപ്പം ഈ കാണിക്കുന്നത് പുതിയ കിച്ചണാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വോളൊക്കെ കട്ട് ചെയ്ത് കിച്ചൺ ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇനി സപ്പോർട്ടൊക്കെ കൊടുക്കാനുണ്ട്, കുറച്ചധികം പണിയുണ്ട്. അതിനുശേഷം ആ കാണുന്ന വൈറ്റ് വാളും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള ഓപ്പൺ കിച്ചണുള്ള ഒരു തളത്തിലേക്ക് നമ്മൾ എത്തും. ആ കിച്ചൻ്റെ പുറകിലായിട്ടൊരു വർക്ക് ഏരിയ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബെഡ്റൂമാണ്. ഈ കോൺക്രീറ്റ് പോർഷനും ആ പഴയ സ്പേസും കൂടി ചേർന്നിട്ട് ഒരു വലിയ ബെഡ്റൂം ഉണ്ടാവുകയാണ്. ഇവിടെയാണ് പഴയ മണ്ണിൻ്റെ ഭിത്തി ആയതുകൊണ്ട് അതിൻ്റെ മുകളിലൊരു കോൺക്രീറ്റ് ബീം കൊടുക്കുമ്പോൾ അതിന് വീതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയതായിട്ട് എടുക്കുന്ന വോളും നമ്മൾ വീതി കൂട്ടി തന്നെ എടുക്കേണ്ടി വന്നു. ഇവിടെ ഈ കാണുന്ന വെളുത്ത നിറം മുഴുവൻ ചെതൽ പിടിച്ചിരിക്കുന്നതാണ്. ആ ചെതലടിച്ചിട്ട് കണ്ട ആ തടിയുടെ സെക്ഷൻസൊക്കെ അതൊക്കെ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റീലിൻ്റെ സ്ട്രക്ചറിൽ പുതിയതായിട്ട് പണിതെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇത്രയും പഴക്കമുള്ള സ്ട്രക്ചറിൻ്റെ സ്ട്രക്ചറൽ ഇഷ്യൂസ് കംപ്ലീറ്റ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ മോഡേണൈസ് ചെയ്യുമ്പോൾ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്ന് പറയുന്ന റിപ്പയർ കൊച്ചിയുടെ മോട്ടോ പൂർണ്ണമായും നമ്മൾ നടപ്പാക്കുകയാണ് കേരളത്തിലെല്ലായിടത്തും. അതുകൂടാതെ കർണാടകത്തിൻ്റെ തെക്കൻ ജില്ലകളിലും 2 മാസം കൊണ്ട് നമ്മൾ ഫ്രാഞ്ചൈസ് കോള് എല്ലാ സ്റ്റേറ്റിലും വിളിക്കാൻ പോവുകയാണ്. ആർക്കിടെക്ട് ശ്യാമാണ് റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നന്ദി.